Is Kunjaka Boban married? എത്ര എണ്ണം മാരീഡ് എന്നുള്ള ലുക്ക് ഉണ്ടെങ്കിലും ആക്ച്വലി ഞാൻ മാരീഡ് അല്ല. ഗൂഗിൾ ടെൽ ദ ആൻസർ. ഏറ്റവും വലിയ പേടി എന്താണ്? എനിക്ക് എൻ്റെ ഭാര്യയെ പേടി. എൻ്റെ ഭാര്യ അല്ല, വേറെ ആൾക്കാരുടെ ഭാര്യയല്ല. വെറുതെ അത് ഓർമ്മിപ്പിച്ച് മനസ്സ് ഓടിപ്പിക്കണ്ട. ആര് സെർച്ച് ചെയ്തു? ഇത് ആരും അറിയാത്ത ഏതോ ആൾക്കാർ സെർച്ച് ചെയ്താ. ഞാനും മഞ്ജുവും ചിരിച്ച് കളിക്കുന്നത് കണ്ടിട്ടൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ലല്ലേ. നല്ല ആക്ടിങ് ആണോ? ചാക്കോച്ചെന്ന് വിളിക്കുന്നതാണോ കുഞ്ചാക്കോ ബോബൻ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? ഞാനും എന്നെ തന്നെ ഇറക്കി ചാക്കോച്ചെന്ന് വിളിക്കാറ്. ദ മോസ്റ്റ് റൊമാൻറ്റിക് ഹീറോ ഇൻ മലയാളം സിനിമ. നാട്ടോടുകാട്ടിലെ ലാലേട്ടൻ പറയുന്ന അവർക്ക് ആലോചിക്കാവുന്നതാണ്. ഹായ് ചാക്കോച്ച. നമസ്കാരം. വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. താങ്ക് യു. ചാക്കോച്ചനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആര് സെർച്ച് ചെയ്തു? നാട്ടുകാര്. ഓക്കെ അതിൽ നിന്ന് ടോപ്പ് 10 ഞങ്ങൾ പിക്ക് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. വൈ ഈസ് കുഞ്ചാക്കോ ബോബൻ കോൾഡ് ആസ് ചാക്കോച്ചൻ? വൈ ഈസ് കുഞ്ചാക്കോ ബോബൻ കോൾഡ് ആസ് ചാക്കോച്ചൻ? എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരാണ് എനിക്ക് ഇട്ടിരിക്കുന്നത്, കുഞ്ചാക്കോ. ഗ്രാൻഡ് ഫാദറിനെ വീട്ടിൽ വിളിക്കുന്ന പേര് ചാക്കോച്ചൻ എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് എനിക്ക് കുഞ്ചാക്കോ എന്ന് കിട്ടിയുണ്ട്. ഗ്രാൻഡ് ഫാദറിനെ വീട്ടിൽ വിളിക്കുന്ന പേരായ ചാക്കോച്ചനും എനിക്ക് എന്നെ കിട്ടി. അത് വീട്ടിൽ വിളിക്കുന്നത് കേട്ട് നാട്ടുകാരും എന്നെ ചാക്കോച്ചൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഞാനും എന്നെ തന്നെ ഇറക്കി ചാക്കോച്ചൻ എന്ന് വിളിക്കാറ്. അതാണ് അങ്ങനെ ഒരു വിളിപ്പേര് വന്നുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ ഒരു അടുപ്പം തോന്നുന്നവർ കൂടുതലും ചാക്കോച്ചൻ എന്ന് വിളിക്കുന്നത്. ചാക്കോച്ചൻ എന്ന് വിളിക്കുന്നതാണോ കുഞ്ചാക്കോ ബോബൻ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? അത് രണ്ടും എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ചാക്കോച്ചൻ കുറച്ചുകൂടെ ഒരു പേഴ്സണൽ ഫീൽ ചെയ്യും. ചാക്കോച്ച എന്ന് വിളിക്കുന്നു. അതെ. അടുത്ത ചോദ്യം. വൈ ഡിഡ് കുഞ്ചാക്കോ ബോബൻ ടേക്ക് എ ബ്രേക്ക് ഫ്രം ഫിലിംസ്? ആൾക്കാർ എന്നെ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് സ്വയം ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഇടവേള എടുത്തത്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. സിനിമകൾ പരാജയപ്പെടുന്നു, കഥാപാത്രങ്ങൾ ഒരേപോലെ ഫീൽ ചെയ്യുന്നു, കഥാപാത്രങ്ങളും സ്വീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് സിനിമ എനിക്ക് യോജിച്ചതാണോ ചേർന്നതാണോ, സിനിമയ്ക്ക് ഞാൻ ആപ്റ്റാണോ എന്നുള്ളൊരു സംശയവും ഒരു ഇതൊക്കെ വന്നപ്പോൾ അവിടെ നിന്ന് മാറിയത്. ഈസ് കുഞ്ചാക്കോ ബോബൻ മാരീഡ്? ഇത് ആരും അറിയാത്ത ഏതോ ആൾക്കാർ സെർച്ച് ചെയ്താ. മാരീഡ് എന്നുള്ള ലുക്ക് ഉണ്ടെങ്കിലും ആക്ച്വലി ഞാൻ മാരീഡ് അല്ല. ആരാണ് ചോദിച്ചത്? ആരോ നമ്മൾ മലയാളികൾ എന്തായാലും ചോദിക്കില്ല. ഈസ് കുഞ്ചാക്കോ ബോബൻ റിലേറ്റഡ് ടു ഉദയ സ്റ്റുഡിയോ? ഉദയ സ്റ്റുഡിയോയും കുഞ്ചാക്കോ ബോബനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇത് ഏതോ ഇച്ചിരി സിനിമാറ്റിക് നോളജ് ഉള്ള ആള് സെർച്ച് ചെയ്തേക്കണ്ട. മാരീഡ് ആയിട്ടുള്ള ആള്. കുഞ്ചാക്കോയും ഉദയ സ്റ്റുഡിയോസും എന്താ പറയുക, ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണ്, അത്രേ ഉള്ളൂ. കുഞ്ചാക്കോ ആണ് ഉദയ സ്റ്റുഡിയോ എസ്റ്റാബ്ലിഷ് ചെയ്തത്. കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോസാണ്. ശരിക്കും ഉദയ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഉദയ പിക്ചേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1946-ലാണ്. ഹാസ് കുഞ്ചാക്കോ ബോബൻ എവർ റിജക്റ്റഡ് എ ബ്ലോക്ക്ബസ്റ്റർ ഫിലിം? എത്ര എണ്ണം വെറുതെ അത് ഓർമ്മിപ്പിച്ച് മനസ്സ് ഓടിപ്പിക്കണ്ട. Is കുഞ്ചാക്കോ ബോബൻ ദ മോസ്റ്റ് റൊമാൻറ്റിക് ഹീറോ ഇൻ മലയാളം സിനിമ? അത് എൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. അത് ഗൂഗിളിനോട് ചോദിക്കേണ്ട അങ്ങനെ. ഗൂഗിൾ ടെൽ ദ ആൻസർ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോന്ന് ഡൗട്ടാണ്. ആയിരുന്നു ഇപ്പൊ ചെയ്ത കഥാപാത്രങ്ങളും സിനിമകളൊക്കെ വെച്ചിട്ട്. അടുത്തെന്താണ്? വാട്ട് ഡിഡ് കുഞ്ചാക്കോ ബോബൻ സ്റ്റഡി? ഞാൻ നാട്ടോടുകാട്ടിലെ ലാലേട്ടൻ പറയുന്ന ബികോം ഫസ്റ്റ് ക്ലാസ് അവിടം വരെ എത്തി. ഓക്കെ. വാട്ട് ഈസ് കുഞ്ചാക്കോ ബോബൻസ് ബിഗ്ഗസ്റ്റ് ഫിയർ? ഏറ്റവും വലിയ പേടി എന്താണ്? എനിക്ക് എൻ്റെ ഭാര്യയെ പേടി. എൻ്റെ ഭാര്യ അല്ല, വേറെ ആൾക്കാരുടെ ഭാര്യയല്ല. നോട്ട് ദ പോയിന്റ്. അടുത്ത ചോദ്യം. ഈസ് കുഞ്ചാക്കോ ബോബൻ ഇൻ ലോക ചാപ്റ്റർ 2? അവർക്ക് ആലോചിക്കാവുന്നതാണ്. ഈസ് കുഞ്ചാക്കോ ബോബൻ ഇൻ മഞ്ജു വാര്യർ ഫ്രണ്ട്സ്? എന്താ സംശയം? ഉറപ്പായിട്ടും. ഞാൻ പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സാണ്. പുള്ളിക്കാരി ഞാനുമായിട്ട് ഫ്രണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇനി ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, 10 ടോപ്പ് റേറ്റഡ് 10 സെലക്ട് ചെയ്ത്. വേറെ ഇനി ചോദ്യങ്ങളുണ്ട്. ഞാനും മഞ്ജുവും ചിരിച്ച് കളിക്കുന്നത് കണ്ടിട്ടൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ലല്ലേ. നല്ല ആക്ടിങ് ആണോ? നിങ്ങൾ രണ്ടുപേരും നല്ല ആക്ടേഴ്സ് ആണ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.